ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് പാലയിലെ ഉൾഗ്രാമങ്ങളിലുള്ള അതിമനോഹരമായ കാഴ്ചകളും അവിടുത്തെ കൾച്ചറുമാണ്. ഞാൻ ഓരോരോ വീഡിയോകളിലായിട്ട് കുറച്ച് നിങ്ങളെ ഇവിടുത്തെ നാടിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. രാവിലെ തന്നെ ഞാനിവിടെ വണ്ടിയുമായിട്ട് ഒരു ഓട്ടം പോകാൻ തുടങ്ങുകയാണ്. കരിങ്കുന്നം നീലൂർ റൂട്ടിലുള്ള കരിങ്കുന്നം പോകുന്ന റൂട്ടിലെ മട്ടത്തിപ്പാറ എന്നുള്ള സ്ഥലത്തെ ഒരു പള്ളിയാണ് നമ്മൾ ഓട്ടം പോകുന്നത്. നല്ല നിത്യഹരിത ഗ്രാമമാണ് ഈ കരിങ്കുന്നം ഭാഗത്തുള്ള പാല ഭാഗത്തുള്ള എല്ലാ പ്രദേശങ്ങളും. നല്ല ഭംഗിയാണ്. മട്ടത്തിപ്പാറ ചർച്ച് അവിടെയാണ് നമുക്ക് പോകേണ്ടത്. അവിടെ മെയിൻ്റനൻസ് നടക്കുകയാണ്. അവിടെ ഇങ്ങനെ ദൈവത്തിലേക്ക് എന്നൊക്കെ എഴുതി വെച്ചൊരു ബോർഡുണ്ട്. റബ്ബറാണ് നമ്മുടെ ഈ നാട്ടിലെ എല്ലാ ഭാഗത്തുമായി ഒത്തിരി കാണാൻ സാധിക്കുന്നത്. റബ്ബർ, റംബൂട്ടാൻ, പിന്നെ പൈനാപ്പിൾ, ഇതൊക്കെ ഇഷ്ടംപോലെ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് ഈ നാട്. പിന്നെ കപ്പ, അങ്ങനെയുള്ള എല്ലാ കൃഷികളും ഇവിടെ ചെയ്യുന്നുണ്ട്. പഴയൊരു പള്ളിയാണ്. അവിടെ നമുക്ക് പഴയ രീതിയിൽ ചെയ്തിരിക്കുന്ന രൂപങ്ങൾ കാണാൻ സാധിക്കും. ഞാനിങ്ങനെ ഓരോരോ വീഡിയോകളായിട്ട് പാലയിലെ ഓരോ ഭാഗങ്ങളും ഇടുക്കിയിലെ ഭാഗങ്ങളും നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്ങനെയാണെങ്കിൽ തുടർന്നുള്ള ഓരോരോ വീഡിയോകളിൽ ഞാൻ എൻ്റെ ക്യാമറ കണ്ണിൽ കാണുന്ന കാഴ്ചകൾ കുറച്ച് സമയത്തിനകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ്. അവിടെ സാധനം കൊണ്ട് ചാടിച്ചതിന് ശേഷം നേരെ വന്ന് ചാടിയത് മാനത്തൂർ എന്ന റൂട്ടിലാണ്. മാനത്തൂർ എന്ന് പറഞ്ഞാൽ തൊടുപുഴ പാല ഹൈവേ ആണ്. നല്ല സൂപ്പർ ഹൈവേ ആണ് ഇവിടുത്തെ. നല്ല റോഡുകൾ, ഒരു കുഴിയും കുണ്ടും ഒന്നും ഇല്ലാത്ത റോഡാണ്. ഞാനിവിടെ തലശ്ശേരിക്കാരനാണെന്ന് നിങ്ങളോട് പറഞ്ഞായിരുന്നു. തലശ്ശേരിയിൽ നിന്ന് ഞാൻ ഇവിടെ വന്നിട്ട് 5 വർഷം ആയതേ ഉള്ളൂ. ഞാൻ ഈ ടൗണിൽ കിടന്നാണ് ഓടുന്നത്, വണ്ടി ഓടിക്കുന്നത്. കൊല്ലപ്പള്ളി എന്നാണ് ഇവിടുത്തെ സ്ഥലം. തലശ്ശേരി ഭാഷയും പാല ഭാഷയും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഞാൻ പറയുന്നത് നേരത്തെ ഒന്നും ഇവർക്കൊന്നും മനസ്സിലായില്ലായിരുന്നു. ഈയിടെയാണ് എല്ലാം കുറച്ച് മനസ്സിലാക്കി തുടങ്ങിയത്. അതുകൊണ്ട് എൻ്റെ ഭാഷയും കുറച്ചൊക്കെ പാല ഭാഷയായിട്ട് മാറിയിട്ടുണ്ട്. കുറച്ചൊക്കെ തലശ്ശേരി ഭാഷയും വരും. അപ്പോൾ ഞാൻ പറയുന്നത് ഇവിടുത്തെ ആൾക്കാർക്കൊന്നും പെട്ടെന്ന് മനസ്സിലാകത്തില്ല. അടുത്തൊരു സിമൻറ്റ് ഓട്ടം കിട്ടിയായിരുന്നു. അതിന് ഞാൻ ബില്ല് വാങ്ങാൻ വേണ്ടി കടയിൽ ചെന്നു. ബില്ലുമായിട്ട് പെട്ടെന്ന് തന്നെ വണ്ടിയിൽ കയറി സൈറ്റിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങുവാണേ. അപ്പോൾ തന്നെ മഴ മൂടലുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ സിമൻറ്റ് കൊണ്ട് ചാടിക്കണം. ഞാനത് മൊടിയൊന്നും ഇല്ലായിരുന്നു പടുതയിട്ടിട്ട്. അപ്പം തുള്ളാൻ തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ സൈറ്റ് കണ്ടെത്താൻ വേണ്ടി ഞാൻ പോവുകയാണ്. എനിക്ക് ഇവിടെയൊക്കെ പരിചയപ്പെട്ട് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 5 വർഷം ആയതേ ഉള്ളൂ ഞാൻ ഇവിടെ വന്നിട്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടി കുറച്ച് മുന്നോട്ട് ചെന്നു. ഇവിടെ ഒരു വലിയൊരു ഫാക്ടറി ഉണ്ട്, പൊടിക്കുന്ന സാധനങ്ങളൊക്കെ കൊടുക്കുന്നത്, മുളക്, അങ്ങനെയുള്ള കാറ്റുമതിയൊക്കെയുള്ള എക്സ്പോർട്ടിങ്. അപ്പോൾ അത് കഴിഞ്ഞ് സൈറ്റിലോട്ട് വീണ്ടും ശകലം മുന്നോട്ട് തിരിച്ച് പുറകോട്ട് വന്നു. സൈറ്റ് കണ്ടെത്തി. പെട്ടെന്ന് തന്നെ ഭായിമാരൊക്കെ പെട്ടെന്ന് സാധനം കൊണ്ട് ചാടിച്ചു. മലയാളികളും ഇവിടെ പണിയുന്നുണ്ട്. ഇഷ്ടംപോലെ പണിയും വേക്കൻസിയുള്ളൊരു നാടാണ് ഇവിടെ. അതുകൊണ്ട് നേരെ തിരിച്ചു വന്നപ്പോൾ തന്നെ സ്റ്റാൻഡിൽ വീണ്ടും വന്നു. പെട്ടെന്ന് തന്നെ മഴ തുടങ്ങി. വണ്ടിക്കകത്ത് കയറിയിരുന്നു. അത് കഴിഞ്ഞ് വണ്ടി വേറെ ഓട്ടം കിട്ടിയേ. തിരിച്ച് പെട്ടെന്ന് തന്നെ കൊല്ലപ്പള്ളി ടൗണിൽ നിന്നും ഒരു കട്ട എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. കട്ടക്കളം എന്നാണ് ഇവിടെ പറയുന്നത്. കട്ട അടക്കാൻ ചെന്നപ്പോൾ ഭായിമാർ മഴയത്താണേലും അത് പെട്ടെന്ന് തന്നെ കയറ്റി തന്നു. അടുത്തുള്ള സൈറ്റിലേക്ക് തന്നെ അത് പെട്ടെന്ന് തന്നെ കൊണ്ടു കൊടുക്കാൻ വേണ്ടി വീണ്ടും പോകാൻ തുടങ്ങുവാണേ. അപ്പോൾ വിശക്കാൻ തുടങ്ങി. അപ്പം നമുക്കത് കൊണ്ടു കൊടുത്തിട്ട് വേണം ചോറുണ്ണാൻ വേണ്ടി വീട്ടിൽ പോകാൻ. പെട്ടെന്ന് തന്നെ സൈറ്റിൽ ചാടിച്ചു. അത് കഴിഞ്ഞ് തിരിച്ച് കൊടുമുടി എന്ന സ്ഥലത്തെത്തി. കൊടുമുടി ഇവിടെ കണ്ടോ, കുരിശുപള്ളിയൊക്കെ ഉണ്ട് ഇവിടെ. നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. അത് കഴിഞ്ഞ് വല്യാത്ത് വന്നു. പിന്നെ വീട്ടിലേക്ക് വേണ്ട, വൈഫിന് വേണ്ട കുറച്ച് ഡ്രസ്സും കൊച്ചിന് വേണ്ട കുറച്ച് വീട്ടിലേക്കും വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചിട്ട് രാത്രിയാകുമ്പോഴേക്കും വീട്ടിൽ ചെന്നു. എൻ്റെ കൊച്ച് അവിടെ നിന്ന് എത്തി വലിഞ്ഞ് നോക്കുന്നുണ്ടേ. സ്കൂളിൽ വന്നിട്ട് ഡ്രസ്സൊന്നും മാറാതെ നിൽക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഓക്കെ, അടുത്തുള്ള വീഡിയോയിൽ ഇവിടുത്തെ ഭക്ഷണങ്ങളും ഇവിടുത്തെ അടുത്ത ഭംഗിയായ പ്രദേശങ്ങളും നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ.